ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാർഗി പല്ലവിയോട് പറയും, ഞങ്ങൾ നല്ല കാര്യമല്ലേ നിന്നോട് പറഞ്ഞത്. അപ്പോൾ പാർവതി പറയും, വിപിന് ചിലപ്പോൾ നിന്നോടുള്ള വൈരാഗ്യം മാറിക്കാണില്ല. അവൻ ചിലപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടു എന്ന് വരും. വിപിന്റെ ഭാഗത്ത് നിന്ന് എന്തു തന്നെ ഉണ്ടായാലും മോൾ നിയന്ത്രണം വിട്ട് ഒന്നും പെരുമാറരുത്. വിപിനെ സമാധാനപ്പെടുത്താൻ മോൾ ശ്രമിക്കണം. ഇത് കേൾക്കുമ്പോൾ പല്ലവി പറയും, എന്തു ചെയ്യണമെന്നേ എനിക്കറിയാം. എനിക്കിപ്പോ ആരുടെ ഉപദേശം കേൾക്കണമെന്നില്ല. അപ്പൊ ഗാർഗി പറയും, ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഓരോന്ന് നിന്നോട് പറയുന്നത്. അത് കേൾക്കാൻ നിനക്കൊന്ന് മനസ്സ് കാണിച്ചാൽ എന്താ കുഴപ്പം? ഇനി ഞങ്ങളെ നിന്റെ മനസ്സമാധാനം കളയുന്നില്ല. നീ മണിയറയിലേക്ക് പോയിക്കോ. അപ്പോ പല്ലവി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പൊ ഗാർഗി പാർവതിയോട് പറയും, അവളിപ്പോ ആകെ മാറിപ്പോയി. അനുഭവങ്ങൾ കൊണ്ടേ അവൾ പഠിക്കൂ. അപ്പോ പാർവതി പറയും, അവൾ പറഞ്ഞതിലൊന്നും എനിക്ക് വിഷമമില്ല. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ എന്റെ വിഷമം അവളുടെ ജീവിതത്തെ കുറിച്ച് ഓർത്താണ്. അപ്പോൾ ഗാർഗി പറയും, എല്ലാം നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഗാർഗി അകത്തേക്ക് പോവുകയാണ്. അതേസമയം റൂമിൽ വിപിൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പല്ലവി പാലുമായിട്ട് അവിടേക്ക് വരുന്നത്. എന്നിട്ട് പല്ലവി വിപിന്റെ കാല് പിടിച്ചിട്ട് പറയും, സാർ എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ടതും വിപിൻ പല്ലവിക്കൊന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, നീ എന്താ വിചാരിച്ചത്? ഒരു കള്ളക്കഥയുടെ പേരിൽ എന്നെ കൊണ്ട് താലി കെട്ടിച്ചാലുടൻ ഞാൻ നിന്റെ ഭർത്താവാകുമെന്ന് വിചാരിച്ചോ നീ? അപ്പോൾ പല്ലവി പറയും, എനിക്ക് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് സാറേ. അപ്പൊ വിപിൻ പറയും, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് താലി കെട്ടിച്ചു. നീ പറഞ്ഞ അപഖ്യാതിയുടെ പേരിൽ എന്റെ ഏട്ടൻ എന്നെ ആദ്യമായിട്ട് ശകാരിച്ചു. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ എന്തിനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് നിനക്കറിയോ? നിനക്കത് അറിയാൻ വഴിയില്ല. ഞാൻ പറയാം. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ മടിച്ചിരുന്നുവെങ്കിൽ ഡോക്ടർ നിന്നെ പരിശോധിക്കും. ആ പരിശോധനയിൽ നീ ഗർഭിണിയല്ല എന്ന് കണ്ടെത്തും. എന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ നീ നടത്തിയ നാടകമാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. അപ്പോൾ നാണം കെടുന്നത് നീയല്ല, പാർവതി ആയിരിക്കും. പാർവതി എനിക്ക് ദൈവത്തിന് തുല്യമാണ്. അത്രയും പരിശുദ്ധിയായ പാർവതിക്ക് ഇത്രയും ക്രിമിനലായ സഹോദരിയോ എന്ന് ജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് എല്ലാ അപമാനവും സഹിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അല്ലാതെ നിന്റെ ബ്ലാക്ക് മെയിലിൽ പേടിച്ചിട്ടൊന്നുമല്ല. നിന്റെ ഈ കഴുത്തിൽ തൂങ്ങുന്ന ഈ താലി നിനക്കൊരു അലങ്കാരം മാത്രമായിരിക്കും. അല്ലാതെ ഞാനും നീയും തമ്മിലുള്ള ഭാര്യഭർത്തൃ ബന്ധം ഉറപ്പിക്കുന്ന മംഗലസൂത്രമൊന്നും അല്ല ഇത്. താലി കെട്ടി എന്ന് കരുതി നീ എന്റെ ഭാര്യയാവില്ല. നമ്മൾ തമ്മിൽ ഒരു ലൈഫ് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിപിൻ ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതേസമയം പാർവതി ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പറയും, പല്ലവിയുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ധാരാളം ആശങ്കകളുണ്ടമ്മേ. വിപിനെ കബളിപ്പിച്ചതിന്റെ വിരോധം അവനുണ്ടാവും. പല്ലവിയോട് അവന് പെട്ടെന്ന് പൊറുക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് വിപിന്റെയും പല്ലവിയുടെയും ജീവിതമായിരിക്കും. അത് സംഭവിക്കാൻ പാടില്ല. സംഭവിച്ചതൊക്കെ മറന്ന് രണ്ടുപേരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം. ഈ രാത്രി വിപിൻ എല്ലാം മറന്ന് പല്ലവിയെ സ്വീകരിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കിടന്നുറങ്ങാം. വിപിൻ അതിനുള്ള മനസ്സുണ്ടാക്കണേ ദേവി. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പല്ലവി അവിടേക്ക് വരുന്നത്. എന്നിട്ട് പല്ലവി പാർവതിയോട് ചോദിക്കും, നിനക്കിപ്പോ സമാധാനമായില്ലേ? എന്റെ ജീവിതം തകർന്നു കാണണം എന്നല്ലേ നീ ആഗ്രഹിച്ചത്? ഞാനും വിപിൻ സാറും തമ്മിലുള്ള വിവാഹം നടന്നു കാണണമെന്ന് നിനക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ ഈ വിവാഹത്തെ എതിർക്കുന്നത്? അപ്പൊ പാർവതി പറയും, വിപിനെ വിവാഹം കഴിക്കാൻ നിനക്ക് എന്താ യോഗ്യതയെന്ന് ഞാൻ നിന്നോട് ഒരിക്കൽ ചോദിച്ചിരുന്നു. നിന്നെ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ലാതെ വിപിന്റെ പുറകെ നീ നടക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ആ ചോദ്യം നിന്നോട് ചോദിച്ചത്. അതിന്റെ അവിവേകമായി കണ്ട് നീ എന്നോടൊന്ന് ക്ഷമിക്കേ. ഞാൻ നിന്നെ ചോദ്യം ചെയ്തുവെങ്കിലും നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും വിധി അതായിരുന്നില്ലല്ലോ. നിന്റെ വിവാഹം വിപിനുമായിട്ട് തന്നെ നടന്നല്ലോ. അപ്പൊ പല്ലവി പറയും, വിവാഹം നടന്നു. അതെ, എന്റെ മിടുക്കുകൊണ്ട് ഞാൻ നടത്തിയെടുത്തു. പക്ഷെ എന്ത് കാര്യം? എന്റെ ജീവിതം പഴയ പോയില്ലേ? ഇത് കേൾക്കുമ്പോൾ പാർവതി ചോദിക്കും, ഇപ്പൊ എന്താ അതിന് പറ്റിയത്? നിന്നെ ഞാനും ഗാർഗിയും കൂടെ സന്തോഷത്തോടെയല്ലേ മണിയറയിലേക്ക് കയറ്റിവിട്ടത്? അപ്പൊ പല്ലവി ചോദിക്കും, എന്ത് സന്തോഷം? എന്റെ ജീവിതം മുടിഞ്ഞു പോകണമെന്ന് മനസ്സെരിഞ്ഞുകൊണ്ടായിരിക്കും നീ എന്നെ മണിയറയിലേക്ക് പറഞ്ഞു വിട്ടത്. ഇപ്പൊ എന്താ ഉണ്ടായത് പല്ലവി? അത് പറ. നിങ്ങൾ തമ്മിൽ സെർച്ചേർച്ചയിൽ എത്തിയില്ലേ? അപ്പൊ പല്ലവി പറയും, എന്ത് സെർച്ചേർച്ച? ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ വിപിൻ സാർ എന്റെ കർണത്തും അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു ജീവിതം ഉണ്ടാകില്ല എന്നാണ് വിപിൻ സാർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പല്ലവി കരയാണ്. അപ്പൊ പാർവതി പറയും, നീ വിഷമിക്കാതിരിക്കും പല്ലവി, ഞാൻ വിപിനോട് സംസാരിക്കാം, നീ സമാധാനമായിട്ടിരിക്കേ. ഇത് കേൾക്കുമ്പോൾ പല്ലവി പറയും, വേണ്ട, എന്റെ കാര്യത്തിൽ ഇനി നീ ഇടപെടേണ്ട. എന്റെ ജീവിതം നന്നായി കാണണമെന്ന് ആഗ്രഹമില്ലല്ലോ. നീ എന്താ വിപിൻ സാറിനോട് സംസാരിക്കാൻ പോകുന്നത്? അപ്പൊ പാർവതി പറയും, നിന്റെ ജീവിതം നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുവോ? നീ എന്റെ സഹോദരിയല്ലേ. അപ്പൊ പല്ലവി പറയും, നിന്റെ ഒരു പ്രസംഗം എനിക്ക് കേൾക്കണ്ട. ഞാൻ ഈ വീട്ടിലെ മരുമകളാവുന്നതിൽ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചവളല്ലേ നീ?
എന്നിട്ടല്ലേ എൻ്റെ ഇപ്പോൾ നന്മ ആഗ്രഹിക്കുന്നത്. ഇനി അധികമൊന്നും നീ പറയണ്ട എന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പിന്നെ പിറ്റേ ദിവസം പാർവതി പല്ലവി ചെയ്ത കാര്യങ്ങളോർത്ത് വിഷമിച്ച് നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് പല്ലവി വിപിനോട് കാണിച്ചു നൽകിയുടെ ക്ഷമിക്കാനുള്ള മനസ്സ് വിപിനുണ്ടാവണേ എന്ന് ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷകരവും സമാധാനപരവുമായ ഒരു ദാമ്പത്യ ജീവിതം പല്ലവിക്ക് വിപിനുണ്ടാകെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാജിക് ബോക്സിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ പാർവതി പോയിട്ട് ആ മാജിക് ബോക്സ് കയ്യിലെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിചാരിക്കും, ഇപ്പോഴെന്തായിരിക്കും ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ? ഇതെനിക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് തരുന്നതാണോ? ഇത് തുറക്കണമെങ്കിൽ ദേവമ്മയുടെ വിരലടയാളം വേണമെന്നാണല്ലോ വിശാൽ സാറ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പാർവതി മനക്കണ്ണിലൊരു കാഴ്ച കാണുന്നത്. കാഴ്ച എന്താണെന്ന് വെച്ചാൽ വിശാൽ ശേഖരന്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. അത് കാണുമ്പോൾ പാർവതി ആകുന്ന ഞെട്ടാണ്. എന്നിട്ട് പാർവതി വിചാരിക്കും, എന്തായിരിക്കും മനസ്സിൽ ഇങ്ങനെ ഒരു രംഗം തെളിഞ്ഞത്? ഇവിടെ എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണല്ലോ ദേവി. എന്നിട്ട് നേരെ ശേഖരന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. അപ്പോൾ ശേഖരൻ ചോദിക്കും, എന്തു പറ്റി മോളെ? അപ്പോൾ പാർവതി പറയും, എനിക്ക് ചില ദുർനിമിത്തങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് തോന്നുകയാണ്. എന്ത് ദുർനിമിത്തം? അപ്പോൾ പാർവതി പറയും, വിശാൽ സാർ നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നി. അപ്പോൾ ശേഖരൻ പറയും, മോള് ഭയപ്പെടേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ പാർവതി ചോദിക്കും, അതിനെന്താ ഇത്ര ഉറപ്പ്? നിങ്ങളാണ് ദേവമ്മയെ കൊന്നതെന്നാണ് വിശാൽ സാർ വിശ്വസിക്കുന്നത്. ഇവിടെ വേഷം മാറി താമസിക്കുന്നത് കൊണ്ടാണ് വിശാൽ സാർ നിങ്ങൾ തിരിച്ചറിയാത്തത്. വിശാൽ സാർ തേടിക്കൊണ്ടിരിക്കുന്ന ശേഖര മേനോനാണ് ഈ നിൽക്കുന്ന ശേഖരനെന്ന് സാറ് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കൊലപാതകം തന്നെ നടക്കും. അപ്പോൾ ശേഖരൻ പറയും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനായിട്ട് ഉണ്ടാക്കില്ല. പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ പ്രഭാവതിയെ കൊല്ലാൻ നോക്കിയതാണ് അബദ്ധമായത്. അപ്പോൾ പാർവതി പറയും, അന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയതെന്ന് നിങ്ങൾക്കറിയില്ലേ? എപ്പോഴും എനിക്കതിന് സാധിച്ചൊന്നും വരില്ല. നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങൾ എന്തിനാണ് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അതറിഞ്ഞിട്ട് എന്താ കാര്യം മോളെ? അറിഞ്ഞാൽ അപകടത്തിലാവുന്നതേ മോളുടെ ജീവനായിരിക്കും. അപ്പോൾ പാർവതി പറയും, ആയിക്കോട്ടെ, എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വിശാൽ സാർ ഒരു കൊലപാതകയാവാൻ പാടില്ല. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. ദേവമ്മയാണ് നിങ്ങളിവിടെ നിർത്താൻ എന്നോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളിവിടെ പാർപ്പിച്ചത്. അതിന്റെ നന്ദിയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണം. അപ്പോൾ ശേഖരൻ പറയും, എനിക്കിപ്പോൾ മോൾ ആവശ്യപ്പെടുന്ന സത്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പാർവതി പറയും, നിങ്ങൾക്കത് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ശേഖര മേനോനാണെന്ന സത്യം എനിക്ക് വിശാൽ സാറിനോട് പറയേണ്ടി വരും. ഞാൻ ആരാണെന്ന സത്യം മോൾ ഇപ്പോൾ വിശാലിനോട് പറയരുത്. ഗായത്രിയമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിശാലിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ആരാണെന്ന് വിശാലിനോട് മോൾ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ വിശാൽ ചിലപ്പോൾ ഒരു കൊലപാതകയാവും. കുറച്ചു ദിവസം കൂടെ മോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കേ. ഞാൻ കാരണം മോൾക്കോ വിശാലിനോ ഈ കുടുംബത്തിനോ ഒരു അപകടവും സംഭവിക്കില്ല. പ്രഭാവതി ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് അവള് ആട്ടിൻതോൽ അണിഞ്ഞ ഒരു ചെന്നായ ആയതുകൊണ്ടാണ്. ഈ കുടുംബത്തെ നശിപ്പിക്കാനാണ് അവൾ ഇവിടെ കുടിയേറി പാർത്തിരിക്കുന്നത്. അവളെ കൊല്ലണം, കൊന്നേ തീരൂ. അപ്പോൾ പാർവതി പറയും, വിശാൽ സാറിനെ ചതിക്കുന്നതെന്ന് തോന്നലാണ് എൻ്റെ മനസ്സിൽ. ആ കുറ്റബോധത്തോടെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. മോളെ, വീണ്ടും ഞാൻ പറയുകയാണ്, നീ അബദ്ധം കാണിക്കരുത്. അവസരം വരട്ടെ, അന്നേരം എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം ഞാൻ മോളോട് പറയാം. മോൾ ഇപ്പോൾ പൈക്കോ. ആ ശേഖരനും പ്രഭാവതിയും കേട്ടാ പിന്നെ ആകെ പണി പാളും. ഇത് കേട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ പാർവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങി വരികയാണ്. പാർവതി ഒരുങ്ങി വരുന്ന കാണുമ്പോൾ ഗാർഗി ചോദിക്കും, പാർവതി എങ്ങോട്ടാണ്? ക്ഷേത്രത്തിലേക്കാ ഗാർഗി. ഇന്നെന്താ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ വല്ല വിശേഷമുണ്ടോ? അപ്പോൾ പാർവതി പറയും, പല്ലവിയുടെ വിവാഹം അപ്രതീക്ഷിതമായിട്ടല്ലേ നടന്നത്. അതും വിപിന് തീരെ താല്പര്യമില്ലാത്ത വിവാഹം. അതുകൊണ്ട് തന്നെ അതിന് ചില സ്വരച്ചേർച്ചകൾ അവർക്കിടയിലുണ്ട്. അതിങ്ങനെ തുടർന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരാവില്ല. അതോടൊടുവിൽ വിവാഹമോചനത്തിൽ എത്തിച്ചേരും. അങ്ങനെ പറയുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.